Good morning, kids. Today we will start vowel sounds in English. For the past few classes, we have been dealing with, consonant sounds in English. ഇന്ന് നമുക്ക് vowel soundsലോട്ട് പോകാം. So, as we all know, there are 44 sounds in English, and these 44 sounds in English, speech sounds in English, are further divided, and this further division include 20 vowel sounds and 24 consonant sounds. Of this 20 vowel sounds, there are 12 pure vowels and 8 diphthongs. And 8 diphthongs, as I have told you, they are vowel glides, which means it's a combination of two vowel sounds. And coming to this 12 pure vowels, there's a further division, that is, there are 7 short vowel sounds and 5 long vowel sounds. So today we will be discussing in detail all the 12 pure vowels, okay, which includes 7 short and 5 long vowels. Moving on to the 12 vowel sounds, ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത്, the first vowel sound that we will learn today is E sound. You may notice what I have done is I have included the Malayalam equivalent as well. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മലയാളം ഇക്വലൻറ്റ്, ഇംഗ്ലീഷ് സൗണ്ടിൻ്റെ മലയാളം ഇക്വലൻറ്റ്, എല്ലാത്തിനും മലയാളം ഇക്വലൻറ്റ് സൗണ്ട് ഇല്ല, ഇല്ലാത്തതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതർവൈസ് ഐ ഹാവ് ഇൻക്ലൂഡഡ് ഓൾ ദ മലയാളം ഇക്വലൻറ്റ് സൗണ്ട് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സൗണ്ട്. അപ്പം ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് ഇ സൗണ്ടാണ്. ഇംഗ്ലീഷിലെ ആദ്യത്തെ വവൽ സൗണ്ട് ദാറ്റ് വി ആർ ലേണിംഗ് ഇസ് ഇ സൗണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് എഴുതുന്നത്? ഒരു ക്യാപിറ്റൽ ലെറ്റർ ഐ എഴുതുമ്പോഴാണ് എന്ത് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ആസ് ഐ ഹാവ് ടോൾഡ് യു ബിഫോർ, എങ്ങനെയാണ് എഴുതേണ്ടത്? ഒരു സൗണ്ട് ആണെങ്കിൽ 2 വരകളുടെ നടുക്കായിട്ടാണ് എന്തെഴുതേണ്ടത്? സൗണ്ട്സ് എഴുതേണ്ടത്. സോ ദ ഫസ്റ്റ് സൗണ്ട് ദാറ്റ് വി ലേൺ ഇസ് ഇ. ഈ വെച്ചുള്ള വാക്കുകൾ എന്തൊക്കെയുണ്ട്? വി ഹാവ് വേർഡ്സ് ലൈക്ക് ഇഞ്ച്. ഇഞ്ച് എന്ന് പറയുന്നതിൽ ഇ സൗണ്ട് ഉണ്ട്. ഫിറ്റ് എന്ന് പറയുന്നതിൽ ആ മിഡിലായിട്ട് കേൾക്കുന്ന ശബ്ദം എന്താണ്? ഇ സൗണ്ടാണല്ലേ. ഇ ട്. അതിൽ ആ മിഡിലായിട്ട് കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഇ സൗണ്ടാണ്. പിന്നെ എം ടി എന്ന് പറയുന്ന വാക്കിൽ ഏറ്റവും അവസാനം കേൾക്കുന്ന ശബ്ദവും എന്താണ്? ഇ സൗണ്ടാണ്. ഇഞ്ചിൽ ഇ, ഫിറ്റ്, എം ടി. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ, മീഡിയൽ പൊസിഷൻ ആൻഡ് എൻഡ് പൊസിഷനിലും ഈ ശബ്ദം വരുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഈ ശബ്ദം വരുന്നത്. What you can do is you can find out such words. For example, fill എന്ന് പറയുന്ന വാക്കിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? മെല്ലെ പറഞ്ഞു നോക്കിയാൽ മതി, മനസ്സിൽ പറഞ്ഞു നോക്കണം. ഫിൽ. ആദ്യം ഫസ്റ്റ് സൗണ്ട് കേൾക്കാം, പിന്നെ ഇ സൗണ്ട് കേൾക്കാം, ആൻഡ് ഫൈനലി യു ഹിയർ ദ ല സൗണ്ട്, ഫിൽ. അതേപോലെ വില്ലിലും ആദ്യം കേൾക്കുന്ന വ സൗണ്ട്, എൻഡിൽ കേൾക്കുന്നത് ല സൗണ്ട്, ആൻഡ് ഇൻ ബിറ്റ്വീനിൽ കേൾക്കുന്ന ശബ്ദമാണ് ഇ സൗണ്ട്. അതേപോലെ ഇറ്റിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? ഇയും ടേയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഇറ്റ് എന്ന് പറയുന്ന വേർഡ് ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൽ എന്ന് പറയുന്ന വാക്കിലും ഈ ശബ്ദവും കേൾക്കാം, ല ശബ്ദവും കേൾക്കാം. ILL ഇല്ലിലും എന്താണ്? ഈ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വവൽ സൗണ്ട് ദാറ്റ് വി ആർ ലേണിംഗ് ഇസ് ഇ സൗണ്ട്. ആൻഡ് ഐ ഹാവ് റിട്ടൺ ദ മലയാളം ഇക്വലൻറ്റ് സൈഡ് വൈസ്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ശബ്ദം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ. മലയാളത്തിൽ ഈ എന്ന് പറയുന്ന ലോങ് ആയിട്ടുള്ള വവൽ സൗണ്ട്, ഈ സൗണ്ട്. ഈ എന്ന് മലയാളത്തിൽ പറയും, ഈ എന്ന് നീട്ടി എന്തിൽ പറയും? ഇംഗ്ലീഷിൽ പറയും. ഫോർ എക്സാമ്പിൾ, ഈച്ച്, ക്ലീൻ, ടീ, എക്സെട്ര. എന്തൊക്കെയാണ്? ഈ എന്ന് പറയുന്ന ശബ്ദങ്ങൾ വരുന്ന വാക്കുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈച്ച് എന്നല്ല പറയുന്നത്, ഈച്ച്. ക്ലീൻ എന്നാണ് അല്ല പറയുന്നത്, ക്ലീൻ എന്നാണ് പറയുന്നത്. ടീ, അവിടെയും എന്താണ്? നീട്ടിയാണ് നമ്മൾ ഈ ഉച്ചരിച്ചിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് എന്ത് ശബ്ദം വന്നിരിക്കുന്നത്? ഈ എന്നുള്ള സൗണ്ട് വന്നിരിക്കുന്നത്. ഇനി ഈ വെച്ചിട്ടുള്ള വേറെ വേർഡ്സ്, ഇറ്റ് എന്നല്ല പറയുന്നത്, ഈറ്റ്, ഈസ്റ്റ്, ഈവൻ, സീറ്റ്, സിറ്റല്ല, സീറ്റ്, മീറ്റ്,
അവിടെ എന്താണ് നമ്മൾ ഈ എന്ന് പറയുന്ന ശബ്ദം നീട്ടുകയാണല്ലേ, അതുകൊണ്ടാണ് ഈ അല്ല ഈ എന്നുള്ള ശബ്ദം വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ശബ്ദവും ഈ എന്നുള്ള നീട്ടിയുള്ള ശബ്ദവും ലോങ് വവൽ ഇ ഓൾസോ കം at the beginning, in the middle and at the end of a word. ഓക്കെ, ആദ്യത്തെ ശബ്ദം ഷോർട്ട് വവൽ സൗണ്ട് ഇ ആണെങ്കിൽ രണ്ടാമത്തത് ലോങ് വവൽ സൗണ്ട് ഇ. അടുത്തത് മലയാളത്തിലെ ഉ എന്ന് പറയുന്ന ശബ്ദമാണ്. ഓക്കെ, ഉ എന്ന് പറയുന്ന സൗണ്ടാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് എഴുതുന്നതെന്ന് വളരെ ശ്രദ്ധിച്ച് നോക്കുക, അതുപോലെ തന്നെ എഴുതാൻ ശ്രമിക്കണം. ആ ഉ എന്നുള്ളത് യു എന്ന് എഴുതുന്ന കണക്ക്, പക്ഷേ സൈഡിൽ 2 വരയുണ്ട്, അതുപോലെ തന്നെ എഴുതുക. അതിൻ്റെ മലയാളം ഇക്വലൻറ്റും ഐ ഹാവ് ഗിവൺ ഇറ്റ് ദെയർ. ഇനി ഉ വെച്ചുള്ള വേർഡ്സ് എന്തൊക്കെയാണ്? സിമ്പിളായിട്ടുള്ള വേർഡ്സ്. ബുക്ക്, നമ്മൾ ബുക്ക് എന്നുള്ള പറയുന്നത് ഇറ്റ്സ് കോൾഡ് ബുക്ക്. ബ സൗണ്ടിൻ്റെയും ക സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന ശബ്ദം എന്താണ്? ഉ സൗണ്ടാണല്ലേ. ബുക്ക്. പുഷ്, പ സൗണ്ടിൻ്റെയും ഷ സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഉ ശബ്ദം പുഷ്. വുഡ്സ്, വയുടെയും ഡയുടെയും ശബ്ദം ഇൻ ബിറ്റ്വീനിൽ വരുന്നത് എന്താണ്? ഉ എന്ന് പറയുന്ന ശബ്ദമാണ്. വുഡാണ്, പക്ഷേ ഫുഡ് ആണ്, ഫുഡ് അല്ല. ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ഫൂഡ്സ്. ഓക്കെ, അപ്പോൾ ഫുഡ് ആവുമ്പോൾ ഉ ശബ്ദമാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സൗണ്ട്. ഇവിടെ ഷോർട്ട് വവൽ സൗണ്ട് ഉ. പിന്നെ ഷുഗർ, പിന്നെ നമ്മളുടെ PPT കൊടുത്തേക്കുന്ന എക്സാമ്പിളിൽ ഊബർ, ഊ ശബ്ദം ആദ്യത്തെ പൊസിഷനിൽ വരുന്നത്, ഇനീഷ്യൽ പൊസിഷനിൽ വരുന്ന വളരെ ചുരുക്കം വേർഡ്സേ ഉള്ളൂ. അതിൽ ഒരു വേർഡാണ് ഊബർ. പിന്നെ അതർ വേർഡ്സ് എങ്കിൽ പുഷ്. ഇൻ ടു, ഓയാന്ന അവസാനത്തെ ലെറ്റർ എങ്കിലും കേൾക്കുന്ന ശബ്ദം എന്താണ്? ഊ ആണ്. ഇൻ ടു, ട ഉ, ഇൻ ടു. വുഡ്സ്, വേഴ്സ് ശബ്ദവും ഊ ശബ്ദവും കൂടെ ഒരുമിച്ച് വുഡ്സ്. അടുത്തത് ബുച്ചർ, ബച്ചറല്ല, ബ ശബ്ദം ഊ ശബ്ദം ച ശബ്ദം, ബുച്ചർ. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു മൂന്നാമത്തെ ശബ്ദമാണ് ഊ സൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ തന്നെ ലോങ്ങർ വേർഷനാണ് ഊ എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. ഊ എന്ന് എന്തിൽ പറയും? ഇംഗ്ലീഷിൽ പറയും. ലോങ് ഊ സൗണ്ട്സ്. ഇനി എന്തൊക്കെയാണ് ലോങ് ഊ സൗണ്ട് വെച്ചിട്ടുള്ള വേർഡ്സ്? എങ്ങനെയാണ് എഴുതുന്നത് ശ്രദ്ധിച്ചോ? യു കണക്ക് എഴുതിയിട്ട് സൈഡിലായിട്ട് 2 ഡോട്ട് കൊടുക്കുന്നതാണ് ലോങ് ഊ സൗണ്ട് എന്ന് പറയുന്നത്. എൻ്റെ മലയാളം ഇക്വലൻ്റ് ഐ ഹാവ് റിട്ടൺ ഡൗൺ. വേർഡ്സ് ഇൻക്ലൂഡ് ഊസ്, ലൂസ്, ഫ്ലൂ, ചൂ, സൂപ്പ്, കാംഗ്രൂ, ട്രൂത്ത്. അവിടെയൊക്കെ നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്താണ്? ഊ എന്ന് പറയുന്ന ശബ്ദമാണ്. അവിടെ ലെറ്റർ യു വരണം എന്നില്ല, പക്ഷേ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം എന്താണ്? ഊ ആണ്. എന്താണ്? ട്രൂത്ത്. ട്രൂത്ത് എന്ന് പറയുന്നിടത്ത് ട സൗണ്ട് കേൾക്കാം, റ സൗണ്ട് കേൾക്കാം. ലോങ് ഊ, ട്രൂത്ത് അല്ലേ. അതേപോലെ TOO, ടു, ടു അല്ല, TOO ആകുമ്പോൾ ടു. അതേപോലെ ചൂ, സൂപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഊ, ലോങ് ഊ സൗണ്ട് എഴുതേണ്ടത്? ഓക്കെ, അടുത്തതായിട്ട് കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഓ സൗണ്ടാണ്. എന്ത് ശബ്ദമാണ്? ഓ സൗണ്ട്. അപ്പോൾ ഓ സൗണ്ടിൽ വരേണ്ട വേർഡ്സ് എന്തൊക്കെയാണ്? അതിന് മുന്നേ വൺ തിങ് വി ഹാവ് ടു നോട്ടീസ് ഇസ് ദിസ് ഓ സൗണ്ട് ഇസ് ഡിഫറെൻറ്റ് ഫ്രം മലയാളം ഓ ശബ്ദം. മലയാളത്തിലാണെങ്കിൽ നമ്മൾ പറയുന്നത് ഓ എന്നാണ് അല്ലേ. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് വെൻ യു സേ ഇംഗ്ലീഷ് ഓ, യു ഹാവ് ടു ലിറ്ററലി റൗണ്ട് യുവർ ലിപ്സ് കംപ്ലീറ്റ്ലി. മൊത്തമായിട്ട് ഓ എന്നുള്ള ശബ്ദം കേൾപ്പിക്കാം. മലയാളത്തിൽ ഓ ആണെങ്കിൽ ഇംഗ്ലീഷ് ഇക്വലൻറ്റ് ഇസ് ഓ. അത് ഓർത്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ മലയാളം ഞാൻ സൈഡിൽ എഴുതിയിരിക്കുന്നത്. ആൻഡ് നോട്ടീസ് ദ വേ ഓ ഇസ് ബീൻ റിട്ടൺ. എ തിരിച്ചെഴുതുന്ന കണക്ക് എന്താണ്? എ, ഓ എഴുതുന്നത്. ഇനി വാട്ട് ആർ ദ വേർഡ്സ്? വെരി സിമ്പിളായിട്ടുള്ള കുറച്ച് വേർഡ്സ് അല്ലേ. ഡോഗ്, ഡ സൗണ്ടിൻ്റെയും ഗ സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന വേർഡ് എന്താണ്? ഓ സൗണ്ടാണ്. അതുപോലെ തന്നെ ഓഫീസ്, ഓഫീസ് ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? ഓ സൗണ്ടാണ്. ഓപ്പറേറ്റ്, അവിടെയും ആദ്യം കേൾക്കുന്ന ശബ്ദം ഓപ്പറേറ്റ്, ഓ സൗണ്ടാണ്. ഓഫ്, പോട്ട്, കോഫി, കോളേജ്,
അവിടെ എല്ലാം കേൾക്കുന്ന ശബ്ദം എന്താണ്? ഷോർട്ട് ഓ സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ശബ്ദം നമ്മൾ പഠിക്കുന്നത് ഓ സൗണ്ടാണ്, ഷോർട്ട് ഓ സൗണ്ട്. ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സൗണ്ട് വിച്ച് ഈസ് ലോങ് ഓ സൗണ്ട്. അതിൻ്റെയും മലയാളം ഈക്വലൻ്റ് ആണ്. ആസ് ഐ ടോൾഡ് യു ഏർലിയർ, ഓ എന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ ഇറ്റ്സ് ലോങ് ഓ. ഓക്കെ, അപ്പം ലോങ് ഓ വെച്ചിട്ടുള്ള എന്തൊക്കെ വേർഡ്സ് ഉണ്ട്? ഒരുപാട് വാക്കുകളുണ്ടല്ലേ. ഓൾ, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചാൽ മതി, എ ആണ് ലെറ്റർ എങ്കിലും ദ സൗണ്ട് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ് ഫ്രം ദ ലെറ്റർ എ ഇസ് ഓ. ആൾ എന്നല്ല പറയുന്ന ഓൾ അല്ലേ. ഓട്ട്, OUGHT, ഓട്ട്. പോട്ട്, PORT, അതിൽ ആറ് സൈലൻ്റ് ഓട്ടോമാറ്റിക്കലി ആവും ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ടു ബിക്കം പോട്ട്. അതേപോലെ തന്നെ വാർ എന്നല്ല പറയുന്നത്. നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ എന്താണ്? വാർ എന്നായി പോകും. പക്ഷേ ദ ഇംഗ്ലീഷ് ഇക്വലന്റ് ടു ദാറ്റ് വേർഡ് ഇസ് വാർ. അവിടെ ആർ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യില്ല അല്ലേ, വോ. അത് വേറെ ഓ സൗണ്ട്, ലോങ് ഓ സൗണ്ട് വെച്ചിട്ടുള്ള ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഫോ, ഷോർട്ട്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച രണ്ട് ശബ്ദം എന്താണ്? ഷോർട്ട് ഓയും ലോങ് ഓയും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സൗണ്ട് വിച്ച് ഈസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ അസ്. കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മലയാളം ഇക്വലൻറ്റ് നമുക്ക് എന്തിലില്ല? മലയാളം ഇതിൽ ഇല്ല, മലയാളം ലാംഗ്വേജിൽ ഇല്ല. സോ ഹാവൻ റിട്ടൺ ഡൗൺ ദ മലയാളം ഇക്വലൻറ്റ് ഓഫ് ദാറ്റ്. അപ്പോൾ എന്ത് ശബ്ദമാണിത്? ഇതെങ്ങനെയാണ് എഴുതുന്നത്? എയും ഇയും കൂടെ കമ്പൈൻ ചെയ്ത് ലൈക്ക് സാമസ് ട്വിൻസ് എന്താണ് ചേർന്നിരിക്കുന്ന രീതിയിലാണ് ആ സൗണ്ട് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ശബ്ദം? ആ. ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ വീഡിയോ ട്യൂട്ടോറിയലിൻ്റെ കൂടെ തന്നെ ഈ ശബ്ദം കൂടെ ഒന്ന് പറഞ്ഞു നോക്കുക. ഇറ്റ്സ് നോട്ട് എ സൗണ്ട്, ഇറ്റ്സ് നോട്ട് ഇ സൗണ്ട്. എന്ത് ശബ്ദമാണ് അത്? ആ എന്ന് പറയുന്ന ശബ്ദമാണ്. ഇനി ഇങ്ങനത്തെ ശബ്ദം ഏതൊക്കെ വേർഡ്സിൽ കേൾക്കാം? നമുക്കറിയാവുന്ന സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ഉള്ള ഒരു ശബ്ദമാണ് ആ സൗണ്ട്. ഫോർ എക്സാമ്പിൾ ഫാൻ. ഫാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ശബ്ദം ഫസ്റ്റ് സൗണ്ട്, അവസാനത്തെ ശബ്ദം ന സൗണ്ട്. ഇൻ ബിറ്റ്വീനിൽ കേൾക്കുന്ന ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്? ആ എന്ന് പറയുന്നത്. പക്ഷെ ഇത് പ്രശ്നം വരുന്നത് എന്താണ്? നമ്മളിത് മലയാളം ഇക്വലൻറ്റിൽ എഴുതുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശബ്ദം എഴുതിയിട്ട് ആ എന്ന് നീട്ടി എഴുതും അല്ലേ. അത് കാരണം നമ്മൾ പ്രൊനൗൺസിയേഷൻ നമ്മളുടെ അറിയാണ്ട് മലയാളികളുടെ എന്തിലെ ഫാൻ എന്നായി പോകും അല്ലേ. പക്ഷേ ഇത് പ്രൊനൗൺസിയേഷൻ ഇസ് ഫാൻ, ആ സൗണ്ടാണ്. ഓക്കെ, ഫാൻ, മാൻ, കാറ്റ്, മാറ്റ്, ലാം, മാഡ്, അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ എന്താണ്, ഒരുപാട് വേർഡ്സ് ഈ ഒരു പെർട്ടിക്കുലർ സൗണ്ട് വെച്ചുണ്ട്. ആപ്പിൾ, ആപ്പിൾ കണ്ടില്ലേ. ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്? ആ സൗണ്ടാണ്. ആൻറ്റ്, വീണ്ടും കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം എന്താണ്? ആ സൗണ്ടാണ്. പിന്നെ മൂന്നാമത്തെ വേർഡ് ക്യാൻ, കാൻ എന്നല്ല പറയുന്ന ഇറ്റ്സ് ക്യാൻ. ക്യാനിലും കേൾക്കുന്ന സൗണ്ട് എന്താണ്? ആ സൗണ്ട്. നെക്സ്റ്റ് വേർഡ് ഇസ് ബാറ്റ്, ബാറ്റ് അല്ല ബാറ്റ്. Again the sound that is produced is as sound. And the last word is batch. ബാച്ചിലും അവസാനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം എന്താണ്? മിഡിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എന്ന് പറയുന്നത് ആ സൗണ്ടാണ്. അപ്പോൾ റിപ്പീറ്റഡ് സെവറൽ ടൈംസ് ഈ ഒരു പെർട്ടിക്കുലർ സൗണ്ട് എന്ന് പറയുന്നത് എയും ഇയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന ഈ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ആ സൗണ്ടാണ്. ഓക്കെ, മൂവിങ് ഓൺ. ദ നെക്സ്റ്റ് സൗണ്ട്, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ശബ്ദം എന്ന് പറയുന്നത് എഗെയിൻ ദിസ് സൗണ്ട് ഇസ് നോട്ട് ദെയർ ഇൻ മലയാളം. എന്ന് പറയുന്ന ശബ്ദമാണ്. എന്ത് ശബ്ദമാണ്? എന്ന് പറയുന്ന ശബ്ദം. ആൻഡ് ഹൗ ഡു യു റൈറ്റ് ദിസ്? ഈയുടെ ഒരു റിഫ്ലക്ഷൻ കണക്കുണ്ടല്ലേ, അതുപോലെയാണ് എന്തെഴുതുന്നത്? എന്ന് പറയുന്ന ശബ്ദവും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള ശബ്ദം ആ ആണെങ്കിൽ ദിസ് പെർട്ടിക്കുലർ സൗണ്ട് ഈസ് കോൾഡ് ഓക്കെ.
ഇത് വളരെ വീക്കായിട്ടുള്ള ഒരു ശബ്ദമാണ്. ഇത് മിക്കപ്പോഴും മിഡിൽ പൊസിഷനിലും ബിഗിനിങ് പൊസിഷനിലും എൻഡ് പൊസിഷനിലും വരുമെങ്കിലും most of the times it come at the beginning of the word and at the end of a word. Okay, ഇനി എന്തൊക്കെയാണ് ഈ സൗണ്ട് കൊണ്ടുള്ള വേർഡ്സ്? above എന്താണ്? above ആദ്യത്തെ ശബ്ദം ശ്രദ്ധിച്ചാൽ മതി. above ആ കേൾക്കുന്ന ഒരു എന്ന് പറയുന്ന ശബ്ദമാണിത്. അതേപോലെ തന്നെ again, എങ്ങനെ പറയുന്നത്? again. അതേപോലെ തന്നെ arise, അവിടെയും കേൾക്കുന്ന ആദ്യത്തെ ശബ്ദം എന്താണ്? ഈ പറയുന്നൊരു എന്ന് പറയുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. സോ ലിസൺ കെയർഫുള്ളി. again, above, arise, another, etc. ഓക്കെ, ബിഗിനിങ്ങിൽ വരുന്നത്. ഇനി എൻഡിൽ വരുന്നതാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചർ എന്നതിനെ പറയുന്നത് നമ്മൾ ടീച്ചർ എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ ദ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഓഫ് ദാറ്റ് ഇംഗ്ലീഷ് വേർഡ് ഇസ് ടീച്ചർ. ഓക്കെ, ടീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ പറയുന്ന ആ ഒരു ശബ്ദമാണ് ടീച്ച് ടീച്ചർ എന്നും പറയില്ല, ആർ സൗണ്ട് പ്രൊനൗൺസ് പോലും ചെയ്യത്തില്ല. സോ ദ സൗണ്ട് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇസ് ദ വീക്ക് വവൽ സൗണ്ട് ടീച്ചർ. father, mother. ഓക്കെ, അതൊക്കെയാണ് സൗണ്ട്. എൻഡിൽ വരുന്ന വേർഡ്സ് ഒരുപാട് വേർഡ്സ് ഉണ്ട്, അതൊക്കെയാണ്. അതേപോലെ തന്നെ സൗണ്ട് ഇൻ ബിറ്റ്വീനിൽ വളരെ വീക്കായിട്ട് വരാറുണ്ട്. forget. ആ ഒരു സൗണ്ട് പലപ്പോഴും മിഡിലിൽ വന്നാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കുറേ റൂൾസൊക്കെ ഉണ്ട്. പക്ഷേ വി വോണ്ട് കം ടു ദാറ്റ്. സോ റിമെമ്പർ ദ സൗണ്ട്സ് ദാറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഇത് ആസ് സൗണ്ട് ആണെങ്കിൽ, ആപ്പിളിൻ്റെ ആസ് സൗണ്ട് ആണെങ്കിൽ ദിസ് ഇസ് സൗണ്ട്. above, arise, again, father, mother, teacher, etc. അടുത്തതായിട്ട് ഇതിൻ്റെ തന്നെ ലോങ്ങർ സൗണ്ട് എന്താണ് ഈ സൗണ്ട് എന്ന് പറയുന്നത്? സോ ദ നെക്സ്റ്റ് സൗണ്ട് ഇസ് സൗണ്ട്സ്. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഒരു 3 കണക്ക് എഴുതിയിട്ട് 2 ഡോട്ട്സ് അതുപോലെ തന്നെ എഴുതുക. ആൻഡ് ദിസ് ഈസ് ദ ലോങ്ങർ വേർഷൻ ഓഫ് ദിസ് സൗണ്ട്. സൗണ്ടിന് തന്നെ ലോങ്ങർ വേർഷനാണത്. സൗണ്ട് ആൻഡ് സൗണ്ട്. ഇനി സൗണ്ട് വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ്? സൗണ്ടും പലപ്പോഴും എന്താണ് ആർ എന്ന് പറയുന്ന ശബ്ദത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് സൗണ്ട് എന്ന് പറയുന്നത്. ആ സൗണ്ട് യൂസ് ചെയ്യുന്ന വളരെ റയർ സിനാരിയോസേ ഉള്ളൂ. വെൻ ഇറ്റ് ഇസ് ഫോളോഡ് ബൈ എ വവൽ സൗണ്ട് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആ റൂൾ ഞാൻ വേറെ പറഞ്ഞു തരാം. പക്ഷേ സൗണ്ട് വരുന്നത് എപ്പോഴൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ ഏൺ, EARN, ഏൺ. അവിടെ when I pronounce it, I never use അല്ലെങ്കിൽ I never pronounce the sound R. Instead, I pronounce the sound earn. എന്ത് സൗണ്ടാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ദിസ് പെർട്ടിക്കുലർ സൗണ്ട് ഏൺ ഈസ് പ്രൊഡ്യൂസ്ഡ്. അടുത്ത വേർഡ് എന്താണ്? BURN. ഞാൻ ബർൺ. ആ ഒരു സൗണ്ട് കേൾപ്പിക്കുന്നുണ്ടോ? ഇല്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ എം ടെല്ലിങ്
burn, purr, early, early എന്നല്ല ഞാൻ പറയുന്നത്, early, earth, urgent, serve. അപ്പോൾ ഈ ആർ അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന ശബ്ദത്തിനെ പലപ്പോഴും റീപ്ലേസ് ചെയ്യുന്നത് എന്താണ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വിത്ത് ദിസ് പെർട്ടിക്കുലർ സൗണ്ട് സൗണ്ടും സൗണ്ടും വെച്ചിട്ടാണ്, ദിസ് വീക്ക് വവൽ ആൻഡ് സ്ട്രോങ് വവൽ സൗണ്ട്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആർ എന്ന് പറയുന്ന ശബ്ദത്തിനെ റീപ്ലേസ് ചെയ്യുന്നത്. നൗ മൂവിങ് ഓൺ, നെക്സ്റ്റ് ഇസ് എ സൗണ്ട്സ്. എ സൗണ്ട് വരുന്ന എ എന്ന് എഴുതുന്നത് ലെറ്റർ ഇ ആണെങ്കിലും അതിൻ്റെ മലയാളം ഇക്വലൻ്റ് ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എ ശബ്ദമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് എ എന്ന് പറയുന്നത്, എഴുതുന്ന സിമ്പിൾ ഇ ആണെങ്കിലും സ്മോൾ ലെറ്റർ ഇ ആണെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ശബ്ദമാണ്. ഇനി എന്തൊക്കെയാണ് ഒരു സിമ്പിൾ എക്സാമ്പിൾ, എനി, ANY, എനി എന്ന് പറയുന്ന വാക്കിൽ ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്, എ എന്ന് പറയുന്ന ശബ്ദമാണ്. എനി. എൻറ്റർ, എൻറ്റർ, അല്ലേ, എൻറ്റർ, അവിടെയും ആദ്യം കേൾക്കുന്ന ശബ്ദം എന്താണ്, ഈ ഒരു ശബ്ദമാണ്. അതേപോലെ PPTയിൽ കൊടുത്തിരുന്ന എക്സാമ്പിൾ എഡ്ജ്, എഡ്ജ്, അതിലും എ ശബ്ദമാണ്. ബെഡ്, ബെഡ്, ബ സൗണ്ടിൻ്റെയും ഡ സൗണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീനിൽ ദ സൗണ്ട് എ ഇസ് സാൻഡ്വിച്ച്. ദെൻ യു ഹാവ് ടെൻ, സെറ്റ്, സെഡ്, മെൻ, ഹെഡ്. അങ്ങനെ ഒരുപാട് ശബ്ദങ്ങൾ എന്തുണ്ട്, ഈ ഒരുപാട് വാക്കുകൾ എ എന്ന് പറയുന്ന ശബ്ദം വെച്ചിട്ട് ഉണ്ട്. ദിസ് ഈസ് എ സൗണ്ട്. നൗ മൂവിങ് ഓൺ ടു ആ സൗണ്ട്സ്. മലയാളം ഇക്വലൻ്റ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൗണ്ട്സ് ദീർഘിപ്പിച്ചുള്ള നീട്ടിയിട്ടുള്ള ആ ശബ്ദത്തിനെയാണ് ലോങ് ആ സൗണ്ട് എന്നാണ് ഇതിനെ പറയുന്നത്. എങ്ങനെയാണ് എഴുതുന്നത്, സ്മോൾ ലെറ്റർ എ ഫോളോഡ് ബൈ 2 dots. ഇതാണ് ആ സൗണ്ട് എന്ന് പറയുന്നത്. ഈ ആ സൗണ്ടും പലപ്പോഴും എന്താണ്, ആറിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. വാട്ട് ഹാപ്പൻസ് ഇസ് ആർ സൗണ്ട് ഇസ് സൈലൻറ്റ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. ഇൻസ്റ്റെഡ് ദേ ആർ റീപ്ലേസ്ഡ് ബൈ ആ സൗണ്ട്, ദിസ് സൗണ്ട് ആൻഡ് സൗണ്ട്. ഓക്കെ, അപ്പോൾ ആ സൗണ്ടിനെ റീപ്ലേസ് ചെയ്യുന്ന അടുത്ത ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്, ആ സൗണ്ട്സ്. ഇനി എന്തൊക്കെയാണ് വേർഡ്സ് ഉള്ളത്? ദ ഫസ്റ്റ് വേർഡ് ഇസ് ആം. എന്താണ് ആർം എന്നല്ല പറയുന്നത്, ഇൻസ്റ്റെഡ് വാട്ട് ദ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഇസ് ആം. ഹാർട്ട്, HEART ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഹാർട്ട്. മലയാളത്തിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാർട്ട് സൗണ്ട് പ്രൊനൗൺസ് ചെയ്യല്ലേ, പക്ഷേ when it comes to the English pronunciation it's called heart. And from the last word car, മലയാളത്തിലാണെങ്കിൽ കാർ എന്ന് നമ്മൾ തികച്ചെഴുതുമല്ലേ, പക്ഷേ ദ ഇംഗ്ലീഷ് ഇക്വലൻ്റ് ടു ദാറ്റ് വേർഡ് ഇസ് കാർ. എന്താണ്, കാ എന്നുള്ള സൗണ്ട് എഴുതിയിട്ട് ക എന്നുള്ള സൗണ്ട് എഴുതിയിട്ട് ആ നീട്ടി എഴുതുക. ഓക്കെ, ദ അതർ വേർഡ്സ് ലൈക്ക് ആസ്ക്, ആൻറ്റ്, ആം. ആം കേട്ടില്ലേ, ആർ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യില്ല, പകരം എന്താണ് മ സൗണ്ട്, ആം. ആർട്ടിസ്റ്റ്, ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ്. പിന്നെ കാർഡ്, CARD, കാർഡ്. ആ സൗണ്ട് പ്രൊനൗൺസ് ചെയ്യില്ല, പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ആ സൗണ്ടിനെ അങ്ങോട്ട് നീട്ടുകയാണ്. ക സൗണ്ട്, ആ സൗണ്ട്, ഡ സൗണ്ട്. അതാണ് എന്ത് ശബ്ദം എന്ന് പറയുന്നത്, ലോങ് ആ സൗണ്ട്. ഓക്കെ, this is long R sound. And how do you write it? With a small letter A എഴുതിയിട്ട് followed by 2 dots. This is R sound. അതുപോലെ തന്നെ
വരുന്ന ഒരു സൗണ്ടാണ് ആ സൗണ്ട്. ഇതിനെ എന്താണ് പറയുന്നത്? വാട്ട് വി കോൾ ദ സൗണ്ട് ഇസ് അബ്രപ്റ്റ് ആ. എന്ത് ശബ്ദമാണ് ഇതിന് പറയുന്നത്? അബ്രപ്റ്റ് ആ. തികച്ച് ആ എന്ന് പറയില്ല, പക്ഷേ സഡൻലി തുടങ്ങി എൻഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അബ്രപ്റ്റ് ആ സൗണ്ടാണ്. ഇഫ് ദിസ് ഇസ് ലോങ് ആ, ദിസ് ഇസ് അബ്രപ്റ്റ് ആ. വി മറിച്ചിടുന്ന കണക്കാണ് അല്ലേ, ലെറ്റർ വി മറിച്ചിടുന്ന കണക്കാണ് അബ്രപ്റ്റ് ആ എഴുതുന്നത്. എന്തൊക്കെയാണ് വേർഡ്സ് അബ്രപ്റ്റ് ആ വെച്ചിട്ട്? അഗ്ലി, അഗ്ലി, ആഗ്ലി എന്നല്ല, അഗ്ലി. ഹഗ്, ഹാഗ് എന്ന് നമ്മൾ പറയില്ല, പകരം എന്താണ് വളരെ ചെറുതായിട്ടൊരു ആ സൗണ്ട് ഉച്ചരിക്കുകയാണല്ലേ, ഹഗ്. ഫൺ, ഡവ്, നമ്മൾ പലപ്പോഴും പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഡോവ് എന്നാണല്ലേ, ഡവ്. LOVE, ലവ്. ലവ് എന്നാണ് മലയാളത്തിൽ എഴുതുന്നത്, കാരണം നമ്മൾ എന്താണ് ലവ് എന്ന് പറയുന്നത്, പക്ഷേ ആക്ച്വൽ പ്രൊനൗൺസിയേഷൻ ഇസ് ലവ്. ല എന്ന് എഴുതുന്നു, അബ്രപ്റ്റ് ആ എഴുതുന്നു, വ സൗണ്ട് എഴുതുന്നു, ലവ്. അണ്ടർ, ആണ്ടർ അല്ല, അണ്ടർ. അറ്റർ, അങ്ങനെ വളരെ അബ്രപ്റ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന, വളരെ അബ്രപ്റ്റായിട്ട് തുടങ്ങി അബ്രപ്റ്റ്ലി എൻഡ് ചെയ്യുന്ന ഒരു ശബ്ദമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഷോർട്ട് ആ സൗണ്ട് എന്ന് പറയുന്നത്. അവൻ, അനിയൻ, ഫൺ, മസ്റ്റ്, ഇതിലൊക്കെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് എന്താണ് ആ സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ദ 12 vowel sounds, 12 pure vowel sounds in English. I have explained each and every one of these vowels with examples. എങ്ങനെയാണ് ഈ ശബ്ദങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മലയാളം ഇക്വലൻ്റ് ഉള്ളതിൻ്റെയൊക്കെ മലയാളം ഇക്വലൻസ് എഴുതിയിട്ടുണ്ട്. ആൻഡ് വൺസ് മോർ, ഈ ഒരു ശബ്ദം എന്ന് പറയുന്നത് ആ സൗണ്ടാണ്. റിമെമ്പർ, ആ സൗണ്ട്. ദിസ് ഇസ് ആ സൗണ്ട്. ദിസ് ഇസ് എ. എന്ത് ശബ്ദമാണ്? എ. വളരെ വീക്കായിട്ടുള്ളൊരു സൗണ്ടാണ് എ. ആൻഡ് ദിസ് ഇസ് എ സൗണ്ട്. എ എന്ന് പറയുന്ന സൗണ്ടാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് അബ്രപ്റ്റ് ആ സൗണ്ട്സ്. With examples, with pronunciation, I have explained each and every 12 vowel sounds here. അടുത്തതായിട്ട് ഞാൻ ഓരോ എക്സാമ്പിൾ സൈറ്റ് ചെയ്തിട്ട് താഴോട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഉള്ളതും കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് ഓൾ ദീസ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്സ്. താങ്ക് യു.